ഇത് കണ്ടോ, ഈ കാണുന്നത് മുഴുവൻ നിറയെ വെള്ളപ്പൂക്കൾ നിറഞ്ഞ സ്പാത്തിഫൈലമാണ്. ഇതിപ്പോൾ ഒരു ബൊക്കെ പോലെ, നമ്മളൊരു ഫ്ലവർ ബൊക്കെ കയ്യിലെടുത്ത പോലെയാണ് ഇത് തോന്നുന്നത്. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ചെടിയാണ്. സ്പാത്തിഫൈലത്തിലുള്ള ഈ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു പോട്ടിൽ തന്നെ ഏകദേശം 20 മുതൽ 30 വരെ പ്ലാന്റ്സ് ഉണ്ട്. അത്രത്തോളം ബുഷിയായ പ്ലാന്റ്സ് ആണിത്. സെമി ഷെയ്ഡിൽ വളരെ മനോഹരമായി ഫ്ലവർ ചെയ്യുന്ന ചുരുക്കം ചില ചെടികളിൽ ഒന്നാണ് സ്പാത്തിഫൈലം. സ്പാത്തിഫൈലത്തിൻ്റെ ധാരാളം വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. അതിലൊരു പക്ഷേ ഏറ്റവും ഡിമാൻഡുള്ളൊരു ഇനമാണിത്. ഇതിൽ പൂക്കളേക്കാൾ ഏറെ ആകർഷകം ഇതിൻ്റെ ഇലകളാണ്. നല്ല മനോഹരമായ എണ്ണത്തിളക്കത്തോടുള്ള നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിന്. മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരിനം സ്പാത്തിഫൈലമാണിത്. ഇത് സ്പാത്തിഫൈലത്തിൻ്റെ വലിയ ഇലകളുള്ള ജൈന്റ് ലീവ്സ് എന്ന് പറയുന്നത് വലിയ ഇലകളും വലിയ പൂക്കളുള്ള ഒരു വെറൈറ്റിയാണ്. ചെറിയ ലീവ്സ് ഉള്ള സ്പാത്തിഫൈലം പോലെ തന്നെ ഇതിലും പൂക്കളുണ്ടാവും, പക്ഷേ എണ്ണം കുറവായിരിക്കുന്നു മാത്രം. ഇത് സ്പാത്തിഫൈലത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. നേരത്തെ കാണിച്ച വെറൈറ്റിയിൽ എത്രത്തോളം ബുഷായില്ലെങ്കിലും നിറയെ ഫ്ലവർ ഉണ്ടാകുന്നൊരു ഇനമാണിത്. ഇത് നമ്മുടെ സാധാരണ സെമി ഷെയ്ഡ് പ്ലാന്റ്സ് പോലെ വളരെ എളുപ്പത്തിൽ പരിചരിക്കാവുന്ന ഒരു ഇനമാണ് സ്പാത്തിഫൈലം. അകത്തളങ്ങളിൽ ഇലകൾക്കൊപ്പം പൂക്കളും കൂടി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു ചെടിയാണിത്. സ്പാത്തിഫൈലത്തിൻ്റെ വിവിധങ്ങളായ ഇനങ്ങളുടെ വലിയൊരു കളക്ഷൻ വൈറ്റ് ലേയിലും പോത്താനിക്കടുമുള്ള ഞങ്ങളുടെ നഴ്സറികളിൽ അവൈലബിൾ ആണ്.